നമസ്കാരം. രാജേഷ് അഞ്ചക്കാരനാണ്. ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ച്, ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് വ്യക്തിപരമായ കാരണങ്ങളാൽ 2 ദിവസം താമസിച്ചു. ഖേദിക്കേണ്ടി വരും, ഖേദിക്കണം. നല്ലൊരു ഇമ്പാക്റ്റായിരുന്നു, ത്രില്ലറായിരുന്നു. വിജയം തോൽവിയുടെ വക്കിൽ നിന്നും വിജയം പിടിച്ചെടുത്ത ഒരു മാച്ചായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ. ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്കകം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള 3 മത്സരങ്ങൾ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ചില ആപ്പുകളുടെ പരാധീനതകൾ മാറിക്കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ഹോസ്റ്റലിയറാണ്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്തായാലും കുറച്ചൊക്കെ കണ്ടു. നല്ലൊരു മാച്ച്. 84 അല്ല, ചില യാദൃച്ഛികപരമായ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 84 റൺസിനാണ് അവരുടെ ഒരു വിക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗമമായിട്ട് വിജയം കൈവരിക്കാനാകും പാകിസ്ഥാൻ എന്നാണ് കരുതിയത്. അവിടെ നിന്ന് തീർത്തും ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. നേരെ മറിച്ച് ഇന്ത്യയുടെ ഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 84 റൺസ് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ 4 വിക്കറ്റാണ് പോകുന്നത്. 83 റൺസായപ്പോൾ പാകിസ്ഥാൻ്റെ 1 വിക്കറ്റും പോയില്ല. 83 റൺസായപ്പോൾ അല്ലെങ്കിൽ 84 റൺസായപ്പോൾ ഇന്ത്യയുടെ 4 വിക്കറ്റ് പോയി. പിന്നെ നമ്മുടെ മലയാളി ചെക്കൻ്റെ കാര്യം പറഞ്ഞാൽ സഞ്ജു സാംസൺ നല്ലൊരു പ്ലെയറാണ്. സൂപ്പർമാൻ കീപ്പറാണ്. ഇന്ത്യക്കകത്ത്, ടീമിനകത്ത് സഞ്ജുവിനൊരു വേർതിരിവുമില്ല. അത് ഹർദിക് പാണ്ഡ്യയെ ചെറുതായിട്ട് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് നമ്മൾ കണ്ടതാണ്. അവന് ഇമ്പാക്റ്റ് പ്ലെയറൊക്കെ റൂമിൽ വെച്ച് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം വേർതിരിവാണെങ്കിൽ അവന് കൊടുക്കണമെന്നില്ല. പിന്നെ കളിക്ക് ശേഷമുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഒരു സീനിയർ പ്ലെയറായിട്ട് തന്നെയാണ് മറ്റുള്ള ജൂനിയർ പ്ലെയേഴ്സ് കാണുന്നത്. പിന്നെ സഞ്ജുവിനുള്ളൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബി വെളിയിലുണ്ട്. കേരളക്കാരെ അങ്ങനെ കൊണ്ട് പടച്ചു വിടത്തില്ല, അല്ലെങ്കിൽ ഉയർത്തി വിടത്തില്ല എന്നുള്ളൊരു ലോബി വെളിയിലുണ്ട്. അത് എപ്പോഴും ഓർമ്മ വേണം. 4 കളിയിൽ പിടിച്ച് പൊക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാണ് സഞ്ജു. പക്ഷേ അഹങ്കാരം വരരുത്. ഒമാനെതിരെയൊക്കെ ആയിട്ടുള്ള മാച്ച് കണ്ടതാണ്. ക്ഷമയോടെ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറിയെങ്കിലും എനിക്ക് വേണം എന്ന രീതിയിൽ ബാറ്റ് ചെയ്ത കളി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നേടിയെടുത്തു. പക്ഷേ ഫൈനലിൽ കണ്ടംകളി ക്രിക്കറ്റ് കണ്ടം അടിച്ചാണ് ഔട്ടായത്. അത് ഈ തൊട്ട് മുമ്പത്തുള്ള ഒമാനുമായിട്ടുള്ള മത്സരത്തിലെ ഈ 50 അടിച്ച അതേപോലെ ഒന്ന് തട്ടിമുട്ടി നിന്നായിരുന്നെങ്കിൽ ഒരു വീരനായകനെ പോലെ നമുക്ക് മലയാളികൾക്ക് ചങ്കായിട്ടുള്ള ആ ഒരു ക്രീസിൽ നിന്ന് വിജയം ഉറപ്പിച്ച ആ ഓട്ടം നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അത് പ്രതീക്ഷിച്ചിരുന്ന നമ്മളെല്ലാം വേറെ നിരാശരാക്കി കണ്ടങ്ങളെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. വെറുതെ ഒരു ഷോർട്ട് ടച്ച് കീപ്പർ ക്യാച്ച് ആണെങ്കിൽ തന്നെ നമുക്ക് സഞ്ജുവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് അടിച്ചു പൊക്കി തൊലച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ 24 റൺസ് നല്ലൊരു വേണ്ടപ്പെട്ട റൺസാണ്. 2 ക്യാച്ച്, ഒരു റിവ്യൂ, അതെല്ലാം കൊള്ളാം. പക്ഷേ ഇങ്ങനെ ഒരു ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ സഞ്ജുവിനെ കൂടുതൽ വിശ്വാസമായേനെ. അടിച്ചു പൊക്കിയാണ് കൊടുത്തത്. പക്ഷേ കുറച്ച് മുട്ടിയൊക്കെ നിൽക്കായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മുട്ടി നിൽക്കേണ്ട കളിയായിരുന്നു ഈ പാകിസ്ഥാൻ്റെയും ഇന്ത്യയും പാകിസ്ഥാൻ്റെ. സഞ്ജു ഔട്ടാവുന്ന സമയത്ത് ഒരിക്കലും അടിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു ഓവറിൽ ഒരു 4 വെച്ച് അടിച്ചാലും മതി, അല്ലെങ്കിൽ 6 റൺ വെച്ച് അടിച്ചാലും മതി. ഒരു 18 ഓവർ 6 റൺസ് വെച്ച് അടിച്ചാലും മതി. പിന്നെ അങ്ങോട്ട് അടിച്ച് ഔട്ടായിക്കോ, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ചെക്കൻ പൊളിച്ചു. ഓക്കെ. നമ്മുടെ എന്താ പറയുക, ശശി തരൂരൊക്കെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അവനെ ഇദ്ദേഹത്തെയൊക്കെ മാറ്റി നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈക്കാൻഡ് കൊടുക്കണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നിരപരാധികളായ അമ്മമാരെയും ചേട്ടന്മാരെയും പെങ്ങന്മാരെയൊക്കെ
ഒരു കാരണമില്ലാതെ കൊന്നവന്മാർക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. രാജേഷ് അഞ്ചക്കാരനാണ്. ഓക്കെ.